നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. നടൻ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ രംഗത്തെത്തിയതോടെ സോഷ്യൽ മീഡിയയിലെ ചർച്ച നടൻ ബാലയെക്കുറിച്ച് തന്നെയാണ്. ബാല പീഡിപ്പിച്ചുവെന്നും മർദ്ദിച്ചുവെന്നും അടക്കമുള്ള ആരോപണങ്ങളാണ് എലിസബത്ത് ഉന്നയിച്ചത്. വീഡിയോ വൈറലായതിനു പിന്നാലെ ബാലയ്ക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു. എന്നാൽ എലിസബത്ത് പറയുന്നത് വെറും ആരോപണങ്ങൾ മാത്രമാണെന്നും അതിലൊന്നും സത്യമില്ലെന്നുമാണ് ബാലയുടെ വാദം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബാലയും ഇപ്പോഴത്തെ ഭാര്യ കോകിലയും ജന്മനാടായ ചെന്നൈയിലാണുള്ളത്. ഇപ്പോഴത്തെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രതികരിക്കുകയാണ് ബാല. ഒരു അഭിമുഖത്തിൽ സഹോദരനും സംവിധായകനുമായ സിരുത്തെ ശിവയെക്കുറിച്ചും നടൻ മനസ്സ് തുറന്നത്. കങ്കുവ പരാജയത്തിന് ശേഷം വലിയ രീതിയിൽ സൈബർ ആക്രമണം ചേട്ടന് നേരെ ഉണ്ടായിരുന്നുവെന്നും അതൊന്നും അദ്ദേഹം അർഹിക്കുന്നില്ലെന്നും ബാല പറഞ്ഞു. ചേട്ടനുമായി ഞാൻ വിഡ്ഢിത്തം നിറഞ്ഞ വിവാദങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാറില്ല. ചേട്ടനും കുടുംബവും എന്റെ അപ്പാർട്ട്മെന്റിന് ഒരു ഡോർ അപ്പുറമാണ് താമസിക്കുന്നത്. സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഞങ്ങളുടെ സംസാര വിഷയമായി വരാറുള്ളൂ. റേപ്പ് ചെയ്ത് അത് ചെയ്തു ഇത് ചെയ്തു എന്നുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ ആരെങ്കിലും സംസാരിക്കുമോ? എനിക്ക് ബലമായി എല്ലാവരും ഒപ്പമുണ്ട്. നെഗറ്റിവിറ്റി സംസാരിക്കാൻ താല്പര്യമില്ലാത്തയാളാണ് ചേട്ടൻ. കങ്കുവ റിലീസിനു ശേഷം ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായത് എന്റെ അണ്ണന് നേരെയാണ്. ഒന്നിനോടും പ്രതികരിക്കാൻ പോകാതെ ആ സമയത്ത് അദ്ദേഹം നിശബ്ദത പാലിച്ചു. അദ്ദേഹം ഒരു മോശം മനുഷ്യനാണോ? 2.5 വർഷത്തെ അധ്വാനമാണ്. ചില കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകും. അദ്ദേഹം നല്ലൊരു സംവിധായകനാണ്, അത് തെളിയിക്കപ്പെട്ടതാണ്. ഒരു കലാകാരനെ ഇത്രത്തോളം അപമാനിക്കേണ്ടതുണ്ടോ? ഞങ്ങൾ പിറന്നത് തന്നെ ഷൂട്ടിംഗ് സ്റ്റുഡിയോയിലാണ്. വളരെ മോശമായ പദപ്രയോഗം വരെ അണ്ണനെതിരെ പലരും ഉപയോഗിച്ചു. അപ്പോഴും അണ്ണൻ നിശബ്ദനായിരുന്നു. സായിബാബ ഭക്തനാണ് അണ്ണൻ. നെഗറ്റീവ് വിഷയങ്ങൾ ഞാനും അണ്ണനും വീട്ടിലേക്ക് കൊണ്ടുവരാറില്ല. ചേട്ടന്റെ അടുത്ത പടം സൂപ്പർ ഹിറ്റായിരിക്കും. അന്ന് ആളുകൾ അദ്ദേഹത്തെ പ്രശംസിച്ച് പറയുമെന്നുമാണ് ബാല പറഞ്ഞത്. വിവാദങ്ങളെക്കുറിച്ചാണ് പിന്നീട് നടൻ സംസാരിച്ചത്. 4 മാസം മുൻപ് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതെനിക്ക് ജീവിതത്തിലുണ്ടായ ആദ്യത്തെ അനുഭവമാണ്. ഉച്ചയായപ്പോഴേക്കും എന്നെ റിലീസ് ചെയ്തു. പക്ഷേ അറസ്റ്റ് നടന്ന ആ സമയത്ത് ഞാൻ തകർന്നു പോയിരുന്നു. ഇതുവരെ എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഒരു ദിവസം കൊണ്ട് ഞാൻ എല്ലാവർക്കും അന്യനെ പോലെയായി. ഏലിയനെ പോലെയായിരുന്നു എല്ലാവരും ട്രീറ്റ് ചെയ്തത്. മരണത്തെ നേരിട്ട് കണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതുകൊണ്ട് ഒരു ഫെയറി ടെയിൽ ചിന്താഗതിയായിരുന്നു എനിക്ക്. കാരണം എല്ലാവരും എന്നോട് അതിയായ സ്നേഹം കാണിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് ജീവിതം വളരെ മനോഹരമായിരിക്കുമെന്ന് കരുതി. പക്ഷെ ഇപ്പോൾ ഞാൻ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ കണ്ടു നോക്കൂ. മരിക്കാൻ കിടന്നവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ശേഷം കൊല്ലുന്നത് പോലെയുണ്ട്. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അന്ന് ഞാൻ മരിച്ചേനെ. ദൈവകൃപ കൊണ്ടാണ് ജീവിതത്തിലേക്ക് തിരികെ വന്നത്. എന്തൊക്കെ വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ലൈഫ് ഇങ്ങനെയാണ്. എന്റെ സ്വർഗം കോകിലയാണെന്നുമാണ് ബാല പറഞ്ഞത്. ഡോക്ടറായ എലിസബത്ത് ബാലയുമായുള്ള വിവാഹശേഷം ജോലിയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. പിന്നീട് നടനുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ശേഷമാണ് തിരികെ ജോലിയിലേക്ക് പ്രവേശിച്ചത്. ഗുജറാത്തിലായിരുന്നു എലിസബത്ത് ജോലി ചെയ്തിരുന്നത്. മാനസിക സമ്മർദ്ദവും വിഷാദവും അലട്ടിയപ്പോൾ ജോലിയിൽ നിന്ന് എലിസബത്ത് നാട്ടിലേക്ക് തിരികെ എത്തി. എലിസബത്തുമായി വേർപിരിഞ്ഞ ബാല കഴിഞ്ഞ വർഷം അവസാനമാണ് വീണ്ടും വിവാഹിതനായത്. മാമാ പൊണ്ണ് കോകിലയാണ് നടന്റെ ഇപ്പോഴത്തെ ഭാര്യ. തന്നേക്കാൾ 21 വയസ്സിന് താഴെയാണ് കോകില. തന്റെ കോടിക്കണക്കിന് രൂപയുടെ അനന്തര അവകാശി. അധികം വൈകാതെ തന്റെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോകുന്ന ആൾ എന്നിങ്ങനെയാണ് ഭാര്യയെക്കുറിച്ച് വാതോരാതെ ബാല പറയുന്നത്. മാത്രമല്ല, ജീവിതം നന്നായി പോകുന്നു, വളരെയധികം സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. എന്നാൽ എല്ലാവർക്കും അത് പിടിക്കണമെന്നില്ല. പങ്കാളികൾ എന്ന നിലയിൽ ഞങ്ങൾ ഹാപ്പിയാണ്. കോകില ജീവിതത്തിലേക്ക് വന്നതോടെ ഞാൻ തന്നെ മാറി. ഇപ്പോൾ വല്ലാതെ ദേഷ്യം തോന്നാറില്ല. സന്തോഷത്തിനപ്പുറം ഒരു ആണിനെ സംബന്ധിച്ച് വേണ്ടത് സമാധാനമാണ്. എവിടെ പോയാലും ഇപ്പോൾ വേഗം വീട്ടിലേക്ക് വരണമെന്ന് തോന്നും. ഞങ്ങൾ മിക്ക അവസരങ്ങളിലും ഒരുമിച്ചാണ് പുറത്തു പോകുന്നത്. എന്നിരുന്നാലും വീട്ടിലെത്തണം, അവളുടെ കൈകൊണ്ട് കഴിക്കണം എന്നൊക്കെയാണ് ആഗ്രഹവും ചിന്തയും. 2.5 വർഷം മുൻപ് ഞാൻ കരൾ മാറ്റിവെക്കലിന് വിധേയമായിരുന്നു. ഒരു ഘട്ടത്തിൽ ഇവളാണ് എന്നെ നോക്കാൻ വന്നത്. ആ സമയത്ത് ഞാൻ ഉറപ്പിച്ചു ഇവളാണ് എന്റെ പങ്കാളിയെന്ന്. ചെറിയ പ്രായത്തിൽ തന്നെ ഇവളെ ഞാൻ കാണാൻ തുടങ്ങിയതാണ്. ഞാൻ അമ്മയോട് ചോദിച്ചു. അമ്മ പറഞ്ഞത് സമയമെടുത്ത് തീരുമാനിക്കൂ എന്നാണ്. വൈകാതെ ഞാൻ മനസ്സിലാക്കി. അവളെ മനസ്സിൽ ഞാൻ താലി കെട്ടി. അതിനുശേഷമാണ് ജാതകപ്രകാരം ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിക്കണമെന്ന് താല്പര്യം അറിയിച്ചപ്പോൾ അവളുടെ വീട്ടുകാരാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. ഇപ്പോൾ കേരളത്തിൽ പല വിവാദങ്ങളും നടക്കുന്നുണ്ട്. എല്ലാം അസൂയ കാരണമാണ്. ഇത് എന്റെ ആദ്യ വിവാഹമല്ല. മുൻ വിവാഹങ്ങളിൽ പല തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. വലിയ തർക്കങ്ങളല്ല, ചില വാഗ്വാദങ്ങൾ. പക്ഷേ കഴിഞ്ഞ 1.5 വർഷത്തിനിടെ ഞങ്ങൾ ഒരിക്കൽ പോലും വഴക്ക് കൂടിയിട്ടില്ല. ഞങ്ങളും ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരും വളരെ ഹാപ്പിയാണ്. കോകിലയുടേത് പോലെ സ്വഭാവമുള്ള ഒരു സ്ത്രീയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം അവൾക്ക് ദേഷ്യം വന്നാലും വിഷമം വന്നാലും ചിരിക്കും എന്നായിരുന്നു കോകിലയെക്കുറിച്ച് ബാല വാതോരാതെ പറഞ്ഞത്. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com
metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.